ക്രീമുകളുമില്ല, ഇഞ്ചക്ഷനുമില്ല, പിൽസുമില്ല, ഇതൊന്നുമില്ലാതെ വളരെ നാച്ചുറലായിട്ട് നിങ്ങൾ പ്രായമൊന്ന് സ്ലോ ഡൗൺ ചെയ്താലോ? അത് നല്ലതല്ലേ? എങ്കിൽ എല്ലാ ദിവസവും രാവിലെ ഒരു 12 മിനിറ്റ് നിങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഏജിങ് പ്രോസസ്സ്, പ്രായമാകുന്ന പ്രക്രിയ വളരെ സ്ലോ ആക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാകുന്ന ഒരു പവർഫുൾ മോളിക്യൂളാണ് നൈട്രിക് ഓക്സൈഡ്. ചെറുപ്പത്തിൽ ഇത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് മേലെ ഉണ്ടാകും. അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ സ്കിന്ന് നാച്ചുറലി ഗ്ലോയിങ് ആയിട്ടും ടൈറ്റ് ആയിട്ടും ഹെൽത്തി ആയിട്ടുമൊക്കെ ഇരുന്നിരുന്നത്. പക്ഷേ 40 കഴിഞ്ഞാൽ ഓക്സൈഡ് പ്രൊഡക്ഷൻ ഏകദേശം 50 മുതൽ 60% വരെ കുറയാൻ തുടങ്ങും. അതോടെ ബ്ലഡ് സർക്കുലേഷൻ കുറയും, സ്കിൻ സെൽസിലേക്ക് വേണ്ട ഓക്സിജനും ന്യൂട്രിയൻസും കുറയും. അതാണ് ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, ഡൾനെസ് എല്ലാം ഗ്രാജ്വലി കാണാൻ തുടങ്ങുന്നത്. പക്ഷേ ഗുഡ് ന്യൂസ് എന്താണെന്നറിയാമോ? ഈ നൈട്രിക് ഓക്സൈഡ് വീണ്ടും ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് നാച്ചുറലി സാധിക്കും. അതായത് നമ്മുടെ ബോഡി തന്നെ ആൻറ്റി ഏജിങ് മോഡിൽ പ്രവർത്തിക്കാൻ നമുക്ക് സഹായിക്കാനാകും. അതിനായി വെറും 12 മിനിറ്റ് മാത്രം വേണ്ട ഒരു സിമ്പിൾ റുട്ടീനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് കൺസിസ്റ്റൻ്റായി ചെയ്താൽ നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന വലിയ മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഓരോ ദിവസം രാവിലെയും 12 മിനിറ്റ് നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റിയാൽ നിങ്ങളുടെ പ്രായം സ്ലോ ഡൗൺ ആക്കാൻ സഹായിക്കുന്ന ഒരു സിമ്പിൾ റുട്ടീനാണ് ഞാനിന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓയിൽ പുള്ളിംഗ് ആണ്. ആദ്യത്തെ 5 മിനിറ്റ് നമ്മൾ ചെയ്യേണ്ടത് ഓയിൽ പുള്ളിംഗ് ആണ്. ഇത് വളരെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ആയുർവേദ പ്രാക്ടീസ് ആണ്. ആയുർവേദത്തിൽ ഇതിനെ കബളം അല്ലെങ്കിൽ ഗണ്ടൂഷ എന്ന പേരിൽ പരാമർശിക്കുന്ന ഒരു രീതിയാണ് ഇത്. കബളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗാർഗിൾ ചെയ്യുന്നതിനെയാണ് പറയുന്നത്. ഗണ്ടൂഷ എന്ന് പറഞ്ഞാൽ ഓയിൽ പുള്ളിംഗ് ആണ്. അതായത് വായിൽ എന്തെങ്കിലും ദ്രാവകം പിടിച്ചു വെക്കില്ലേ, അതിനെയാണ് അങ്ങനെ പറയുന്നത്. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 1 ടീസ്പൂൺ എണ്ണ എടുക്കുക. അത് നല്ലെണ്ണ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് ഇത് വായിലേക്ക് ഒഴിച്ച് വളരെ ജെന്റിലായി മൗത്ത് മുഴുവൻ സ്ലോ ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് 5 മിനിറ്റ് തുടർച്ചയായിട്ട് ചെയ്യുക. ഇത് വിഴുങ്ങാൻ പാടില്ല. ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ ഓയില് സലൈവയുമായിട്ട് മിക്സായി ഇതങ്ങ് തിന്നറാവും. അതായത് ഇതൊരു വെള്ള കളറിലേക്ക് വരും. അതാണ് നോർമൽ. അത് കഴിഞ്ഞാൽ ഇത് തുപ്പിക്കളയാവുന്നതാണ്. എന്നിട്ട് നോർമൽ വാട്ടർ കൊണ്ട് നിങ്ങൾക്ക് വാ കഴുകാവുന്നതാണ്. ദിനചര്യയിൽ എന്നും ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് ആയുർവേദം പ്രതിപാദിക്കുന്ന ഒന്നാണിത്. ഓറൽ ഹൈജീൻ ഇംപ്രൂവ് ചെയ്യാനും മൗത്തിലെ ബാക്ടീരിയ കുറയ്ക്കാനും സഹായിക്കുന്നതാണ്. മാത്രമല്ല ഇതിലൂടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുകയും നമ്മുടെ മുഖം ടൈറ്റ് ആകാനും ഗ്ലോ ആകാനും സഹായിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഒരു 5 മിനിറ്റ് നിങ്ങൾ ഓയിൽ പുള്ളിങ്ങിനായിട്ട് മാറ്റിവെക്കുക. ഒരു കാര്യം ഓർമ്മിക്കുക, വെറും വയറ്റിലാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. ഭക്ഷണമൊന്നും കഴിച്ചതിന് ശേഷമല്ല ഇത് ചെയ്യേണ്ടത്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്നതിന് ശേഷം ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓയിൽ പുള്ളിങ്. അപ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് നമ്മൾ ഓയിൽ പുള്ളിങ് ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്ത 2 മിനിറ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഹൈഡ്രേഷനാണ്. അതിനായിട്ട് നമ്മൾ 1 ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ അരമുറി നാരങ്ങ പിഴിഞ്ഞ് കുടിക്കുക. അതായത് രാവിലെ ഓയിൽ പുള്ളിങ് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ബോഡിയെ ഹൈഡ്രേറ്റ് ചെയ്യുന്നത്. ഇത് വളരെ നല്ലൊരു സ്റ്റെപ്പാണ്. കാരണം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ബോഡി നാച്ചുറലി ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് രാവിലെ ഈ ഹൈഡ്രേഷൻ നമ്മുടെ മെറ്റബോളിസം ആക്റ്റീവ് ചെയ്യാനും ബോഡി ഫങ്ഷൻസ് സ്മൂത്തായി സ്റ്റാർട്ട് ചെയ്യാനും വളരെയധികം സഹായിക്കുന്നതാണ്. കൂടാതെ രാവിലെ തന്നെ നമ്മുടെ ശരീരത്തിന് പ്രോപ്പർ ഹൈഡ്രേഷൻ കിട്ടുമ്പോൾ സ്കിൻ സെൽസിന് ആവശ്യമായ മോയ്സ്ചർ നിലനിർത്താൻ കഴിയുകയും ചെയ്യും. അതുകൊണ്ട് സ്കിൻ കൂടുതൽ പ്ലംബായും ഫ്രഷായും ഹെൽത്തിയായും തോന്നും. ഇത് എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ സ്കിൻ ക്വാളിറ്റി ഇംപ്രൂവ് ആകാനും ഗ്ലോ ആകാനും ഏജിങ് പ്രോസസ്സ് സ്ലോ ആകാനും ഒരു യൂത്ത്ഫുൾനെസ് ലഭിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഒരു 2 മിനിറ്റ് ബോഡി ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കുക. ഇനി അടുത്ത ഒരു 3 മിനിറ്റ് ചെയ്യേണ്ടത് ഒരു സിമ്പിൾ നൈട്രിക് ഓക്സൈഡ് ബൂസ്റ്റ് വർക്കൗട്ട് ആണ്. ഇതങ്ങനെ വളരെ ഹെവി എക്സർസൈസ് ഒന്നുമല്ല. ബോഡിയെ ആക്ടിവേറ്റ് ചെയ്യാനും ബ്ലഡ് ഫ്ലോ ഇംപ്രൂവ് ചെയ്യാനുമുള്ള ചെറിയ മൂവ്മെന്റ്സ് ആണിത്. ആദ്യം 10 സ്ക്വാട്സ് ആണ് ചെയ്യേണ്ടത്. കാലുകൾ ഷോൾഡർ വിഡ്ത്തിൽ വെച്ച് സ്ലോലി താഴേക്കിരിക്കണം. പിന്നെ നേരെ നിൽക്കണം.
ഇത് തൈസിനും ലോവർ ബോഡിക്കും നല്ലതാണ്. അടുത്തത് 10 ഓവർഹെഡ് പ്രസ്സസ് ആണ്. അതായത് വെയിറ്റ് എടുത്തുകൊണ്ട് കൈകൾ മേലോട്ടുയർത്തി താഴേക്ക് കൊണ്ടുവരുന്ന സിമ്പിൾ മൂവ്മെൻറ്റ്. ഇനി മൂന്നാമത് ചെയ്യേണ്ടത് 10 ട്രങ്ക് റൊട്ടേഷൻസ് ആണ്. നേരെ നിൽക്കുമ്പോൾ ബോഡി സ്ലോലി ഇടത്തേക്കും വലത്തേക്കും തിരിയുക. ഈ 3 എക്സർസൈസും ഒരു സെറ്റായിട്ട് കൺസിഡർ ചെയ്യാം. ഇതുപോലെ 3 സെറ്റ് ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ എന്താണ് നടക്കുന്നതെന്നറിയാമോ? നമ്മുടെ മസിൽസ് ആക്റ്റീവ് ആവുമ്പോൾ ബ്ലഡ് വെസൽസ് നാച്ചുറലി എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. അതാണ് നൈട്രിക് ഓക്സൈഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അത് ഇൻക്രീസ് ആവുമ്പോൾ എന്താണ് സംഭവിക്കുക? ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും. അതിലൂടെ ബോഡിക്കും സ്കിന്നിനും കൂടുതൽ ഓക്സിജനും ന്യൂട്രിയൻസും ലഭിക്കും. അതിൻ്റെ റിസൾട്ടായി സ്കിൻ കൂടുതൽ ഫ്രഷായും ഹെൽത്തിയായും ഗ്ലോ ആയിട്ടുമൊക്കെ നമുക്ക് തോന്നും. കൂടാതെ ഈ ചെറിയ വർക്കൗട്ട് തന്നെ നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനും ദിവസം മുഴുവൻ എനർജി ഫീൽ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് ഒരു ഹെവി ജിം വർക്കൗട്ട് ഒന്നുമല്ല. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്താൽ, ഡെയിലി ചെയ്താൽ ബോഡി കൂടുതൽ ആക്റ്റീവ് ആകും, ബ്ലഡ് സർക്കുലേഷൻ ബെറ്റർ ആവും. ഇത് മുഖേന നമ്മുടെ സ്കിൻ കൂടുതൽ ചെറുപ്പമാകാനും വളരെയധികം സഹായിക്കുന്നതാണ്. അതുകൊണ്ട് രാവിലത്തെ ഒരു 3 മിനിറ്റ് എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു വർക്കൗട്ട് ചെയ്യാനായിട്ട് മാറ്റിവെക്കുക. അധിക സമയമൊന്നുമില്ലല്ലോ, വെറും 3 മിനിറ്റ് മാത്രമാണ്. നമ്മുടെ 24 മണിക്കൂറിലെ ഒരു 3 മിനിറ്റ് മാത്രമാണ് രാവിലെ നമ്മൾ ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നത്. ഇനി അവസാനത്തെ 2 മിനിറ്റ് നമ്മൾ ചെയ്യേണ്ടത് ആൻറ്റി റിങ്കിൾ ഫേഷ്യൽ മസാജാണ്. ഇത് വളരെ സിമ്പിളായ ഒരു ടെക്നിക്കാണ്. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്താൽ ഏജിങ് സൈൻസ് ഒക്കെ കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ്. അതിനായിട്ട് ക്ലീനായ കയ്യിലേക്ക് കുറച്ച് മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഏതെങ്കിലും ഫേഷ്യൽ ഓയിൽ എടുക്കാവുന്നതാണ്. എന്നിട്ട് അത് നമ്മുടെ ഫേസ് ഫുൾ അപ്ലൈ ചെയ്യുക. ഇതിലൂടെ ഒരു ഫ്രിക്ഷൻ ഇല്ലാതെ സ്മൂത്തായിട്ട് നമുക്ക് മസാജ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ മുകളിലേക്ക് വേണം മസാജ് ചെയ്യാനായിട്ട്. കാരണം ഗ്രാവിറ്റി കാരണം സ്കിൻ നാച്ചുറലി താഴേക്ക് പോകുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് മസാജ് ചെയ്യുക. ആദ്യം ചീക്സ് ആണ്. 2 കൈകളും ഉപയോഗിച്ച് ചിൻ മുതൽ മേലേക്ക് ചീക്സ് വരെ ജെന്റിലായിട്ട് മസാജ് ചെയ്യുക. അതിനുശേഷം ഫോർഹെഡ്, ഐബ്രോയ്ക്ക് മുകളിൽ നിന്ന് മേലേക്ക് സ്ലോ ആയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് ഫൈൻ ലൈൻസ് റെഡ്യൂസ് ആയി തോന്നാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ അണ്ടർ ഐ ഏരിയ, ഈ ഭാഗത്ത് വളരെ ജെന്റിലായിട്ട് നമ്മുടെ ഒരു റിംഗ് ഫിംഗർ ഉപയോഗിച്ച് വേണം മസാജ് ചെയ്യേണ്ടത്. അവസാനം നമ്മുടെ ജോ ലൈൻ, ചിൻ മുതൽ നമ്മുടെ ഇയർ വരെ മസാജ് ഓരോ മൂമെൻറ്റ്സും ഒരു 5-10 തവണ റിപ്പീറ്റ് ചെയ്താൽ മാത്രം മതി. ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. തുടർച്ചയായി എല്ലാ ദിവസവും നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുവാനും അതുപോലെ നമ്മുടെ മുഖത്തെ പഫ്നെസ് കുറയ്ക്കാനും സ്കിൻ കൂടുതൽ ഫ്രഷായി റിലാക്സ്ഡ് ആയി തോന്നാനും സഹായിക്കും. കൂടാതെ റെഗുലർ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസ് റിലാക്സ്ഡ് ആവുകയും അതിലൂടെ റിങ്കിൾസിൻ്റെ ഒരു അപ്പിയറൻസ് കുറച്ച് സോഫ്റ്ററായി തോന്നാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിൻ്റെ ഒരു സാഗിങ് കുറയ്ക്കുവാനും മുഖത്തിന് നല്ലൊരു ചെറുപ്പം നൽകാനും സഹായിക്കുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയ ഒന്നുമല്ല, എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ കൺസിസ്റ്റൻസിയാണ് ഇവിടെ പ്രാധാന്യം. ഒരു ദിവസം ചെയ്തിട്ട് അടുത്ത 3 ദിവസം ചെയ്യാതിരുന്നിട്ട് യാതൊരു പ്രയോജനവും കിട്ടുകയില്ല. ഇത് തുടർച്ചയായിട്ട് ചെയ്തിരിക്കണം. അങ്ങനെ നിങ്ങൾ ഓരോ ദിവസവും വെറും 12 മിനിറ്റ് ഈ ഒരു റുട്ടീനിലേക്ക് മാറ്റിവെക്കാൻ തുടങ്ങുകയാണെങ്കിൽ ആദ്യ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മാറ്റം ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യത്തെ ഒരാഴ്ചയിൽ തന്നെ നിങ്ങളുടെ എനർജി ലെവൽ ബെറ്റർ ആവും, ബോഡി കൂടുതൽ ആക്റ്റീവായി തോന്നും, ഉറക്കം പോലും നല്ലതായിട്ട് അനുഭവപ്പെടും. പിന്നീട് 2-3 ആഴ്ചകൾക്ക് ശേഷം അത് സ്കിന്നിലും റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. പഫ്നെസ് കുറയുന്നത് കാണാൻ പറ്റും, സ്കിൻ ടോൺ ഈവൻ ആകുന്നത്, അതുപോലെ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ സോഫ്റ്റർ ആകാനും അതിൻ്റെയൊക്കെ ഒരു ഇൻറ്റൻസിറ്റി കുറയുവാനും പിന്നെ ഫേസ് കൂടുതൽ ഫ്രഷായി തോന്നാനും ഫേസ് കൂടുതൽ റിലാക്സ്ഡ് ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലുക്ക് ലഭിക്കാനും ഇത് വളരെയധികം സഹായിക്കുന്നതാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ബോഡിക്ക് വേണ്ട സപ്പോർട്ട് നിങ്ങൾ കൊടുത്താൽ ബോഡി തന്നെ റിപ്പയർ മോഡിൽ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. റിയൽ ആൻറ്റി ഏജിങ് എന്ന് പറയുന്നത് പുറത്തു നിന്നുള്ള ക്വിക്ക് ഫിക്സ് അല്ല, മറിച്ച് നമുക്ക് തന്നെ ദിവസവും കൊടുക്കാവുന്ന കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കെയർ ആണ്. അതുകൊണ്ട് തന്നെ നാളെ മുതൽ ഒരു 12 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക. കുറച്ച് ആഴ്ചകൾക്ക് ശേഷം കണ്ണാടിയിൽ കാണുന്ന ആ ഒരു മാറ്റം നിങ്ങൾക്ക് തന്നെ വലിയൊരു മോട്ടിവേഷനായിട്ട് മാറുന്നതായിരിക്കും.
ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തന്നെ അധിക സമയം ഒന്നും ആവശ്യമില്ലല്ലോ, വെറും 12 മിനിറ്റ് മാത്രം പോരെ. നമ്മൾ രാവിലെയൊക്കെ എത്രയോ സമയം വെറുതെ കളയുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഫോണൊക്കെ നോക്കി ഇരുന്ന് കളയുന്ന ഒരുപാട് സമയം ഉണ്ടായില്ലേ? അപ്പോൾ ആ സമയം, ആ ഒരു 12 മിനിറ്റ് നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ശരീരത്തും നിങ്ങളുടെ മുഖത്തും കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.